ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ഇന്ന് നമുക്ക് തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിൻ്റെ മഹിമകളെപ്പറ്റി മനസ്സിലാക്കാം. എല്ലാവർക്കും അറിയാം, എന്നിരുന്നാലും അറിയാത്തവർ ധാരാളമുണ്ടാകും. എറണാകുളം ജില്ലയിൽ ആലുവയിൽ പെരിയാറിൻ്റെ തീരത്തുള്ള തിരുവൈരാണിക്കുളം ക്ഷേത്രം ക്ഷിപ്രപ്രസാദിയായ ഭഗവാൻ ശ്രീ പരമേശ്വരനും അഷ്ട ഐശ്വര്യദായിനിയായ ശ്രീ പാർവതീദേവിയും ഒന്നിച്ച് അരുളുന്ന ഭക്തർക്ക് സർവ്വ അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യുന്ന തിരുവൈരാണിക്കുളം ക്ഷേത്രം ധനുമാസത്തെ തിരുവാതിര മുതൽ, അതായത് ജനുവരി 12 മുതൽ ജനുവരി 23 വരെ ആ 12 ദിവസങ്ങളിലാണ് ദേവി ഭക്തർക്ക് തൻ്റെ ദർശനമരുളി അനുഗ്രഹ സാഫല്യങ്ങൾ എല്ലാവരിലും എത്തിക്കുന്ന ആ പുണ്യദിനങ്ങളാണ് ധനുമാസത്തെ തിരുവാതിര നക്ഷത്രം മുതൽ, അതായത് ശ്രീ പരമേശ്വരൻ്റെ തിരുനാൾ മുതൽ 12 ദിവസങ്ങളിലാണ് ദേവി ഭക്തരെ അനുഗ്രഹിക്കുവാനായി അവിടെ എത്തുന്നത്. ഈ ദിവസങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടേക്ക് അനേകം ഭക്തജനങ്ങൾ ഒഴുകിയെത്തുകയാണ്. കേരളത്തിനുള്ളിൽ നിന്നും പുറത്തു നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെ ദേവിയുടെ മഹിമ, ദേവിയുടെ ഐശ്വര്യത്തെ അറിഞ്ഞുകൊണ്ട്, ദേവിയുടെ അനുഗ്രഹങ്ങളെ അറിഞ്ഞുകൊണ്ട് ധാരാളം പേർ ഈ ക്ഷേത്രം അന്വേഷിച്ചെത്തുകയാണ്. ഇവിടെ വർഷത്തിൽ ഈ 12 ദിവസം മാത്രം ദേവി ഭക്തർക്ക് അനുഗ്രഹങ്ങൾ കൊടുക്കുന്നു, അഭീഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കുന്നു. ഇഷ്ടപ്പെട്ട ഭർത്താവിനെയും ഭാര്യയെയും ഒക്കെ തിരഞ്ഞെടുക്കുവാനും ദാമ്പത്യ ജീവിതത്തിൽ കലഹവും മറ്റ് സ്വരച്ചേർച്ച ഇല്ലായ്മകളും ഒക്കെ മാറുവാൻ ദേവി നട തുറക്കുമ്പോൾ, ഈ 12 ദിവസങ്ങളിൽ നട തുറന്നു വരുന്ന ദേവി, ആ ദേവിയുടെ മുന്നിൽ ആഗ്രഹങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ അടുത്ത നടതുറപ്പാകുമ്പോഴേക്കും ഏതൊരാഗ്രഹമാണോ ദേവിയുടെ മുന്നിൽ നാം സമർപ്പിക്കുന്നത് അതിന് പൂർണ്ണ ഫലപ്രാപ്തി ഉണ്ടാകുമെന്നാണ് അനുഭവസ്ഥരുടെ സാക്ഷ്യം. ഭക്തർക്കെല്ലാ അനുഗ്രഹങ്ങളും വാരി വിതറുന്ന ദേവി കുടുംബജീവിതം, ദാമ്പത്യ ജീവിതം, ഭാര്യ ഭർത്താക്കന്മാരെ ശരിയായ രീതിയിൽ ഉള്ള ഭാര്യ ഭർത്താക്കന്മാരെ കണ്ടെത്തൽ, നല്ല വിവാഹബന്ധം, ഇതുമാത്രമല്ല, ഏതൊരു ആഗ്രഹം കൊണ്ടാണോ ദേവിയുടെ മുന്നിലെത്തുന്നത് ആ ആഗ്രഹ പൂർത്തീകരണവും ദേവി സാധിച്ചു കൊടുക്കും ഭക്തർക്ക്. ദേവി ഈ 12 ദിവസ കാലഘട്ടം മാത്രം അവിടെ എത്തുന്നതിനെ പറ്റി ഒരു വിശ്വാസമുണ്ട്. നമ്മുടെ പഴയ കാലം മുതലുള്ള ഓരോ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളുണ്ട്. അതൊന്നും ഒരു കെട്ടുകഥയോ അല്ലെങ്കിൽ അതൊരു മിതോളജിയോ ഒന്നുമല്ല. സത്യസന്ധമായ രീതിയിൽ നാം പരിപാലിച്ചു പോന്നിരുന്ന ക്ഷേത്ര ആരാധനകളും ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെയാണ്. അതൊക്കെ അറിയുവാൻ, അതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാൻ അന്ന് ജീവിച്ചിരുന്നവർ എഴുതി വച്ചിരുന്ന ചരിത്ര പുരാണങ്ങളും അല്ലെങ്കിൽ അതിന് ഉപോത്ബലകമായിട്ടുള്ള ചുവരെഴുത്തുകളും ഒക്കെയാണ് അതിന് നമുക്ക് ആധാരം. ഇന്നത്തെ ബുദ്ധിയിൽ, ആധുനിക ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ അതൊക്കെ വെറും സാങ്കല്പികമായിട്ടുള്ള ആചാരങ്ങളോ അല്ലെ കെട്ടുകഥകളൊക്കെയാണെന്ന് സങ്കല്പിക്കുന്നത് വളരെ തെറ്റാണ്. കാരണം ഇത് ഈ തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യമാണ്. അവിടെ ദേവി എല്ലായ്പ്പോഴും പരമേശ്വരനോട് കൂടി തന്നെ കുടികൊള്ളുന്ന ക്ഷേത്രമായിരുന്നു. പരമേശ്വരനായ ശ്രീ ഭഗവാന്റെ ദർശനം കിഴക്ക് ഭാഗത്തേക്കും ദേവി അതേ ശ്രീകോവിലിനുള്ളിൽ പടിഞ്ഞാറ് ഭാഗത്തേക്കുമാണ് ദർശനമരുളി ഭക്തർക്ക് സായുജ്യം പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുൻപ് ദേവി പാർവതീ സമേതനായ ശ്രീ ഭഗവാൻ അവിടെ കുടികൊള്ളുന്ന അവസരത്തിൽ ഭഗവാന് പൂജിക്കുവാനുള്ള നിവേദ്യത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം തിടപ്പള്ളിയിൽ കൊണ്ടുവച്ച ശേഷം പൂജാരി തിടപ്പള്ളി അടച്ചതിന് ശേഷം പോരുകയാണ് ചെയ്യുന്നത്. അത് തുറന്നു നോക്കാൻ പാടില്ല എന്നാണ്. നിവേദ്യ സമയമാകുമ്പോഴേക്കും തിടപ്പള്ളി തുറന്നു നോക്കുമ്പോൾ അതെല്ലാം പാചകം ചെയ്ത് എല്ലാം വൃത്തിയായി ചെയ്തതുപോലെ തന്നെയാണ് വെച്ചിരിക്കുന്നത് കാണാമായിരുന്നു. അപ്പോൾ ക്ഷേത്ര ഊരാഴ്മക്കാരനായ ആ ഊരാഴ്മയിൽപ്പെട്ട പ്രധാന
മനയാണ് അകവൂർ മന. അകവൂർ ചാത്തൻ കേട്ടിട്ടില്ലേ? നമ്മുടെ വരരുചിയും പഞ്ചമിയും കേട്ടിട്ടുണ്ടോ? നമ്മുടെ പുരാണ കഥാപാത്രങ്ങളാണ് വരരുചി. ആ വരരുചിയുടെയും പഞ്ചമിയുടെയും 12 മക്കളിൽ ഒരാളാണ് അകവൂർ ചാത്തൻ. ആ ചാത്തനൊക്കെയാണ്, ആ ചാത്തൻ്റെ അകവൂർ മനയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥർ. അവിടുത്തെ ഒരു തിരുമേനി ഒരിക്കൽ ഇതെന്താണ് ഇത് അടച്ചിടുന്നതിൻ്റെ കാര്യം എന്നറിയാൻ വേണ്ടി തിടപ്പള്ളി ജിജ്ഞാസ കൊണ്ടൊന്ന് തുറന്നപ്പോൾ സർവാഭരണ വിഭൂഷിതയായ സർവാംഗമോഹിനിയായ ദേവി ഭഗവാന് വേണ്ടിയുള്ള നിവേദ്യം പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന തിരക്കിലായിരുന്നു. ദേവിയെ ആ പൂർണ്ണ സൗന്ദര്യത്തിൽ, ആ പൂർണ്ണ ശോഭയിൽ കണ്ട ആ തിരുമേനി, എൻ്റെ ദേവി, എൻ്റെ അമ്മേ, സമസ്ത അപരാധങ്ങളും പൊറുക്കണേ എന്നുച്ചത്തിൽ നിലവിളിച്ചു. ദേവിയെ പെട്ടെന്ന് നട തുറന്നപ്പോൾ കണ്ട ആ കാഴ്ച, തിടപ്പള്ളി തുറന്നപ്പോൾ കണ്ടപ്പോൾ അദ്ദേഹം അത്ഭുത സ്തബ്ധനായി, നിർനിമേഷനായി. അദ്ദേഹം അപരാധം ഏറ്റുപറഞ്ഞു കരഞ്ഞു. അപ്പോൾ ദേവി പറഞ്ഞു, ഇവിടുത്തെ ആചാരം അതേപോലെ പാലിക്കുവാൻ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥനായാലും പുറത്തുള്ളവരായാലും അത് അംഗീകരിച്ചേ പറ്റൂ. അത് അംഗീകരിക്കാതെ ഇരുന്ന സ്ഥിതിക്ക് ഇനിയും ഞാൻ ഈ ക്ഷേത്രത്തിൽ തുടരുകയില്ല. ഞാൻ ക്ഷേത്രം വിട്ടു പോകുന്നു, എനിക്കിനി ഇവിടെ തുടരാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ, എന്നോട് പൊറുക്കണം ദേവി, ഞാൻ അറിയാതെ ജിജ്ഞാസ കൊണ്ട് ചെയ്തു പോയൊരു മഹാ അപരാധമാണ്. ഇവിടെ വരുന്ന ഭക്തരെ ഓർത്തെങ്കിലും ഇവിടുന്ന് പോകരുത് എന്ന് കരഞ്ഞ് ആ ശുദ്ധനായ ബ്രാഹ്മണൻ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ദേവിക്ക് അതിനൊരു പരിഹാരമായി ദേവി പറഞ്ഞതാണ്, എങ്കിൽ ശ്രീ പരമേശ്വരൻ്റെ ആ തിരുനാൾ മുതൽ, മകരമാസത്തിലെ ധനുമാസത്തിലെ തിരുവാതിര നാൾ മുതൽ ആ 12 ദിവസങ്ങളിൽ ഞാൻ ദർശനം തരുവാൻ വേണ്ടി ഇവിടെ എത്തുന്നതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ദേവി ഈ 12 ദിവസം, ധനുമാസത്തിലെ തിരുവാതിര നാൾ മുതൽ 12 ദിവസം അവിടെ എത്തുകയും അന്ന് ഭക്തർക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുവാൻ വേണ്ടി ദേവി കാത്തിരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ നട തുറപ്പിന് വളരെ വിശേഷപ്പെട്ട ചടങ്ങുകളൊക്കെയുണ്ട്. അകവൂർ മനയിലാണ് ദേവിയുടെ തിരുവാഭരണങ്ങളെല്ലാം സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. ആ തിരുവാഭരണങ്ങളും വിശേഷപ്പെട്ട ദീപങ്ങളും ഒക്കെയായി ഒരു രഥഘോഷയാത്ര അകവൂർ മനയിൽ നിന്ന് ആരംഭിച്ച് ക്ഷേത്രത്തിലേക്ക് വരുന്ന ഒരു വലിയ ചടങ്ങുണ്ട്. അതൊരു രഥോത്സവം പോലെയാണ്. ആ രഥോത്സവത്തിൽ ദേവിയുടെ ഈ ആഭരണങ്ങളൊക്കെയായി വരുന്ന അവസരത്തിൽ ദേവി അതിൽ താലപ്പൊലി എടുക്കുവാൻ വേണ്ടി അനേകം സ്ത്രീകൾ നാടിൻ്റെ പല ഭാഗത്തു നിന്നാണ് അവരെത്തുന്നത്. ആ താലപ്പൊലി എടുത്ത് ദേവിയെ ആരാധിച്ച് ആ രഥഘോഷയാത്രയിൽ കൂടെ വന്നാൽ അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കും. എന്താണോ അവരുടെ ആഗ്രഹം, രോഗപീഠയിൽ നിന്ന് രക്ഷ, ഐശ്വര്യത്തിന് വേണ്ടിയുള്ളത്, മക്കളുടെ ഉയർച്ച, വിവാഹ കാര്യങ്ങൾ, ഉദ്ദിഷ്ടമായിട്ടുള്ള എന്ത് ആഗ്രഹങ്ങളോ അതെല്ലാം സാധിക്കുമെന്നാണ് ഉറപ്പായ വിശ്വാസം. അതിനുവേണ്ടി പല ഭാഗങ്ങളിൽ നിന്നും ദേവിയുടെ തിരുവാഭരണ ഘോഷയാത്രയുടെ താലപ്പൊലി എടുക്കുവാൻ വേണ്ടി ധാരാളം ആൾക്കാർ, സ്ത്രീകളൊക്കെ എത്താറുണ്ട്. അങ്ങനെ ആ തിരുവാഭരണമൊക്കെ ദേവിയെ അണിയിച്ചതിന് ശേഷം ക്ഷേത്ര ഊരാഴ്മക്കാരായിട്ടുള്ള അകവൂർ, വെടിയൂർ, വെൺമണി മനയിലെ കാരണവന്മാർ, പിന്നെ സമുദായ പ്രതിനിധികൾ, ക്ഷേത്ര ട്രസ്റ്റ് അംഗങ്ങൾ, അതുപോലെ ദേവിയുടെ തോഴിയായി സങ്കല്പിക്കപ്പെടുന്ന പുഷ്പിണി എന്ന ഒരാളുണ്ട്. അതിന് ഒരു ബ്രാഹ്മണി അമ്മയാണ് പുഷ്പിണിയായി കരുതുന്നത്. ഇവരെല്ലാവരും നടക്ക് വെളിയിൽ നിൽക്കുകയും ഈ പുഷ്പിണി എന്ന ബ്രാഹ്മണി അമ്മ എല്ലാവരോടുമായി ചോദിക്കും,
3 പ്രാവശ്യം ചോദിക്കും. എല്ലാവരും എത്തിയിട്ടുണ്ടോ? ക്ഷേത്രം പ്രതിനിധികളും ഊരാഴ്മക്കാരും സാമുദായ അംഗങ്ങളും എല്ലാവരും എത്തിയിട്ടുണ്ടോ എന്ന് 3 പ്രാവശ്യം ചോദിക്കും. അവർ എത്തിയിട്ടുണ്ടേ എന്ന് മറുപടി പറയുമ്പോൾ എന്നാൽ നട തുറക്കട്ടെ എന്ന് ചോദിക്കും. അവർ നട തുറന്നാലും എന്ന് മറുപടി പറഞ്ഞ് അത് മറുപടി കിട്ടിക്കഴിയുമ്പോഴാണ് നട തുറക്കുന്നത്. അങ്ങനെ സർവാലങ്കാര വിഭൂഷിതയായി വിളങ്ങുന്ന ആ ജഗദീശ്വരിയുടെ മോഹന രൂപം ദർശിക്കുവാനായി 10,000 അവിടെ തടിച്ചുകൂടും. അതിനുശേഷം ദേവിയെ പാട്ടമ്പലത്തിലേക്ക് ആനയിക്കും. സന്ധ്യയ്ക്ക് ശേഷം അവിടെയാണ് സ്ത്രീകൾ, വ്രതം നോറ്റിരിക്കുന്ന സ്ത്രീകൾ തിരുവാതിര കളികളിലൂടെ ദേവിയെ സന്തോഷിപ്പിക്കുന്നു. ഈ ദിവസങ്ങളിലെല്ലാം ദീപാരാധനയ്ക്ക് ശേഷം ദേവി ഈ പാട്ടമ്പലത്തിൽ അവിടെയാണ് ദേവിയെ പ്രതിഷ്ഠിക്കുന്നത്. ദേവി അവിടെ നടക്കുന്ന കലാരൂപങ്ങളൊക്കെ ആസ്വദിച്ച് സന്തോഷവതിയായി പ്രസന്നവതിയായി ഇരിക്കുന്നു. അങ്ങനെ ഇതുപോലെ തന്നെ ചടങ്ങോടുകൂടിയാണ് നട അടയ്ക്കുന്നതും. ഈ ഊരാഴ്മക്കാരോട് നട എല്ലാവരും കണ്ടു കഴിഞ്ഞോ, ദേവിയുടെ അനുഗ്രഹത്തിന് എല്ലാവരും അനുഗ്രഹം വാങ്ങിച്ചു കഴിഞ്ഞോ എന്ന് 3 പ്രാവശ്യം ആവർത്തിച്ച് ചോദിച്ച് എല്ലാവരും ദേവിയെ കണ്ടു എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമാണ് നട അടയ്ക്കുന്നത്. അതുപോലെ തന്നെ സതീദേവിയായി ദേവിയുടെ നട എല്ലായ്പ്പോഴും എല്ലാ ദിവസവും തുറക്കുന്നതാണ്. ദക്ഷയാഗത്തിന് ശേഷം സതീദേവിയുടെ ശരീരം പല ഭാഗങ്ങളിലേക്ക് ഓരോ അവയവങ്ങൾ പോയതിൽ ദേവിയുടെ താലി വന്ന് വീണ ആ സ്ഥലമാണ് ഈ തിരുവൈരാണിക്കുളം ക്ഷേത്രം. അതുകൊണ്ടാണ് സതീദേവിയുടെ പ്രതിഷ്ഠയും അവിടെ ഉള്ളത്. അത് നിത്യേന ഭക്തർക്ക് ദർശനത്തിനായി തുറക്കാറുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രവുമായിട്ട് വളരെ ബന്ധപ്പെട്ട് വളരെ വിശ്വസനീയമായിട്ടുള്ള കാര്യങ്ങളാണ് ഓരോ ഭക്തരും പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആചാരങ്ങൾ ഒക്കെ നമ്മൾ പാലിക്കുക തന്നെ വേണം. എന്താണ് ഒരു ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, വിശ്വാസങ്ങൾ, അതൊക്കെ പാലിക്കുമ്പോഴാണ് ആ ക്ഷേത്രം പൂർണ്ണ ഐശ്വര്യത്തിൽ അവിടെ ഇരിക്കുന്ന ദേവീ ദേവതാ സങ്കല്പങ്ങൾ പൂർണ്ണമായ അനുഗ്രഹം ചൊരിഞ്ഞ് ഭക്തർക്ക് ആ ഗ്രാമത്തിനും വളരെ ഉപയോഗപ്രദമാകുകയും അനുഗ്രഹീതമാവുകയും ചെയ്യുന്നത്. ദേവിയുടെ നട തുറന്നാൽ ഈ തിരുവൈരാണിക്കുളം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഗ്രാമത്തിൽ പിന്നീട് ഉത്സവ കാലഘട്ടമാണ്. അവിടെ ദേവിയുടെ വരവോടുകൂടി ഉത്സവമാണ്. ജനഹൃദയങ്ങളിൽ സന്തോഷം, ആഹ്ലാദം, ഉത്സവ തിമിർപ്പാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ കഴിയുമെങ്കിൽ എല്ലാവരും പോവുക. പലരും എന്നോട് അവിടെ പോയ കാര്യം പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അവിടെ പോകാൻ കഴിഞ്ഞാൽ ഈ ദിവസങ്ങളിൽ ജനുവരി 23 വരെയുണ്ട്. പോകാൻ കഴിഞ്ഞാൽ അത് നമ്മൾ സ്ത്രീകളായ നമുക്ക് ഓരോരുത്തർക്കും അത് വളരെ നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ജീവിതത്തിനും നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിനും ഒക്കെ വളരെ ഫലപ്രദമാവുമെന്ന് ദേവീനാമത്തിൽ ഉറപ്പ് പറയുന്നു. സർവകർമ്മങ്ങളും ദേവിയുടെയും മഹാശിവൻ്റെയും ഭഗവാൻ ശ്രീഹരി വിഷ്ണുവിൻ്റെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.